This is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about probability distribution functions. എന്താണ് probability distribution functions എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസിൻ്റെ വാല്യൂസും അതിൻ്റെ ആ ഓരോ റാൻഡം വേരിയബിൾസും ഒക്കെ അല്ലെങ്കിൽ റാൻഡം വേരിയബിൾസ് അതിന് അസൈൻ ചെയ്യുന്ന ഓരോ വാല്യൂസും അക്യൂർ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയും കൂടെ കണ്ടുപിടിച്ച് ഒരു ഡിസ്ട്രിബ്യൂഷനായിട്ട് എഴുതാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിനകത്തെ റാൻഡം വേരിയബിൾസിൻ്റെ ഓരോ റാൻഡം വേരിയബിൾസ് അസ്യൂം ചെയ്യുന്ന ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് രണ്ട് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ, ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾസ്. റാൻഡം വേരിയബിൾസ് തന്നെ രണ്ട് വിധത്തിലുണ്ട്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ നമ്മളുടെ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ റാൻഡം വേരിയബിൾസ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ അവിടെ നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് പല ടൈപ്സ് ഉണ്ട്. അതിനകത്ത് രണ്ട് ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് വി ഹാവ് ഓൾ ഡെൽറ്റ് വിത്ത് ദ ഫസ്റ്റ് ഫംഗ്ഷൻ, ദാറ്റ് ഇസ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇനി ഇതേ റാൻഡം വേരിയബിൾസ് ഡിസ്ക്രീറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നത്. റാൻഡം വേരിയബിൾസ് അസ്യൂം ചെയ്യുന്ന വാല്യൂ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ്, ഇൻറ്റിജർ വാല്യൂസ് ആണെങ്കിൽ ആ ടൈപ്പ് റാൻഡം വേരിയബിൾസ് അസ്യൂം ചെയ്യുന്ന പ്രോബബിലിറ്റി വേറൊരു ഫംഗ്ഷൻ, വേറൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും കൂടെ ഫോളോ ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതായത് നമ്മളുടെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയുള്ള ആ ടൈപ്പ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ഇത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ is set to follow a binomial distribution if the p of x, the function p of x is of the form p of x is equal to ncx p raised to x into q raised to n minus x, where the value of x ranges from 0, 1, 2, 3 etc. up to n. And here n and p are the parameters, where p is the probability of success and q is the probability of failure. ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഫോർമുല എപ്രകാരമായിരിക്കും നമുക്കൊന്ന് നോക്കാം. A discrete random variable x is said to follow Poisson distribution if the probability density function or the probability distribution function is of the form p of x is equal to e raised to minus m into m raised to x by x factorial, where x ranges from 0, 1, 2, 3 etc. up to infinity. x ന്റെ വാല്യൂസ് ഇൻറ്റിജർ വാല്യൂസ് ആയ 0, 1, 2, 3 etc. up to infinity വരെയുള്ള ഏത് വാല്യൂസ് x അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇപ്രകാരമാണ് വരുന്നത്. ദാറ്റ് ഈസ് p of x is equal to e raised to minus m into m raised to x by x factorial. അതെല്ലാം തന്നെ e raised to ഒരു വാല്യൂവിൻ്റെ റിസൾട്ട് ആണെങ്കിലും പവറായിട്ട് എം റൈസ് ടു എക്സിൻ്റെ വാല്യൂ ആണെങ്കിൽ എക്സ് ഫാക്ടോറിൻ്റെ വാല്യൂ ആണെങ്കിൽ എല്ലാം നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. എല്ലാ ടേംസും എവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് ഹിയർ എം is the m greater than or equal to 0. എമ്മിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ or equal to 0 ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ദ സാമ്പിൾ പൊസസിങ് റെയർ പ്രോപ്പർട്ടീസ്. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻ ദോസ് റാൻഡം എക്സ്പെരിമെൻറ്റ്സ് ഹാവിങ് ഓൺലി രണ്ട് റിസൾട്ടുകൾ മാത്രം. ഇപ്പോൾ ഹെഡ് ഓർ ടെയിൽ
അങ്ങനെ ഈവൻ നമ്പർ ഓർ ഓഡ് നമ്പർ അങ്ങനെ രണ്ടേ രണ്ട് റിസൾട്ടുകൾ മാത്രം റിസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള റാൻഡം എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് റെയർ ഇവൻറ്റ്സ്, റെയർ ആയിട്ട് സംഭവിക്കാവുന്ന ഇവൻറ്റുകളുടെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. In that m greater than or equal to 0 is the number of observations in the sample possessing rare properties. ആ rare properties അല്ലെങ്കിൽ റെയർ ഇവൻസിനകത്ത് ഉള്ള നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, റെയർ ഇവൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സാമ്പിളിനകത്തെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്ന അതുകൊണ്ട് തന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാനുള്ള ക്യാരക്ടറാണ് പറഞ്ഞത്. എന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ആർ ദോസ് ഫംഗ്ഷൻസ് that we are using to find a probability of rare events. റെയർ ഇവൻറ്റുകളുടെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ എന്ത് ഉപയോഗിക്കുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇനി റെയർ ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻ എ സിറ്റി. ഇപ്പോൾ എല്ലാ ദിവസവും ഇഷ്ടംപോലെ ആക്സിഡൻസ് സംഭവിക്കില്ലേ, അത് റെയറായിട്ട് സംഭവിക്കുന്നതാണ്. ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ സിറ്റിയിൽ 1-2 ആക്സിഡൻസ് ഒരു ദിവസം സംഭവിക്കും. അത് റെയർ ആയിട്ടുള്ള ഹാപ്പനിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ നമ്പർ ഓഫ് ആക്സിഡൻസ് അതൊരു റെയർ ഇവൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്പർ ഓഫ് സൂയിസൈഡ്സ് ഇൻ ആൻ ഏരിയ, ഒരു ഏരിയയിൽ നടക്കുന്ന നമ്പർ ഓഫ് സൂയിസൈഡുകളുടെയാണ്, അതൊരു റെയർ ഇവൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൈപ്പിംഗ് മിസ്റ്റേക്സ് ഇൻ എ പേജ് ഓഫ് എ ഗുഡ് ബുക്ക്, ഒരു നല്ല ബുക്കിൻ്റെ, സാധാരണ ബുക്സ് നല്ല നോവൽസിൽ അല്ലെങ്കിൽ നല്ല ബുക്സുകളിലൊന്നും അധികം ടൈപ്പ് മിസ്റ്റേക്കോ പ്രിൻറ്റിങ് മിസ്റ്റേക്കോ ഉണ്ടാകാറില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു പബ്ലിഷറിൻ്റെ ബുക്കിനെ സംബന്ധിച്ച് അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്സ് എന്തായിരിക്കും, ഒരു റെയർ ഇവൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള റെയർ ഇവൻസിനെ പറ്റി ഉള്ള സ്റ്റഡി നടത്തുമ്പോൾ അല്ലെങ്കിൽ റെയർ ഇവൻറ്റ്സ് ആണ് നമ്മുടെ റാൻഡം എക്സ്പെരിമെൻ്റ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ അവിടുത്തെ റാൻഡം വേരിയബിൾസിൻ്റെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷനാണ് ഇത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. Then now let's move on to the characteristics or the properties of Poisson distribution. Characteristics of Poisson distribution. In Poisson distribution, m is the only parameter. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു അവിടെ n and p are 2 parameters of the binomial distribution നമ്മൾ പറഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ p of x പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ സംബന്ധിച്ച് അവിടുത്തെ ഒരേ ഒരു പാരാമീറ്റർ ഏതാണ് m, അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് m ആണെന്ന് പറയുന്നത് 1 and only 1 parameter. And the second property is Poisson distribution is a one parameter distribution. ഒരു പാരാമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ we can say that Poisson distribution is a one parameter distribution നമുക്ക് പറയാം. Again നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് ഈ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് എക്സ്പെക്ടേഷനും വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനകത്ത് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 1 and only 1 പാരാമീറ്റർ m ഉപയോഗിച്ച് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. So for Poisson distribution, expectation of x is equal to m. ആ പാരാമീറ്റർ ആയ എമ്മിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് അവിടുത്തെ റാൻഡം വേരിയബിളിൻ്റെ മീൻ എന്ന് പറയുന്നത്. ഓൾസോ വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം. അവിടുത്തെ വേരിയൻസിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്, എം തന്നെയാണ്. ആ പാരാമീറ്ററിൻ്റെ സെയിം വാല്യൂ തന്നെയാണ് വരുന്നത്. ഓൾസോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. ആൻഡ് ഹെൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ റൂട്ട് ഓഫ് എം. Now the last property, that is additive property. നമ്മളുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അതുള്ളതുകൊണ്ടൊക്കെ തന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്, അഡിറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ഫോളോയിങ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് m1 and m2. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആണെന്ന് ഇരിക്കട്ടെ വിത്ത് പാരാമീറ്റർ m1, ആൻഡ് y ഈസ് അനദർ റാൻഡം വേരിയബിൾ following Poisson distribution with the parameter m2, and let both these random variables are independent. ഇവിടെ രണ്ട് റാൻഡം വേരിയബിൾസ് എന്താണെന്നിരിക്കട്ടെ, ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണെന്നും ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ then x plus y follows the Poisson distribution with the parameter m1 plus m2. അങ്ങനെയെങ്കിൽ എക്സ് പ്ലസ് വൈ രണ്ട് റാൻഡം വേരിയബിൾസോട് ആഡ് ചെയ്യും നമ്മൾ പുതിയൊരു റാൻഡം വേരിയബിളിനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് റാൻഡം വേരിയബിൾ ഓൾസോ ഫോളോസ് എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ m1 plus m2, and that is called the additive property of Poisson distribution.
സോ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ പറ്റി നമ്മൾ പറഞ്ഞു, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എക്സാമ്പിൾസ് എവിടെയൊക്കെയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു സം പ്രോബ്ലംസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഇയറിൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന രീതി അനുസരിച്ച് അത് അവിടെ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ടൈപ്പ് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇത് ഏത് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയും, എ ടൈപ്പിസ്റ്റ് ടൈപ്പ് 200 pages with 200 mistakes randomly distributed. What is the probability that a page contains at least 2 mistakes? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ടൈപ്പിസ്റ്റ് ഒരു ബുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ 200 പേജസ് ആണ് ആ ബുക്കിനകത്ത് ഉണ്ടാകുന്നത്. 200 പേജസും ടൈപ്പ് ചെയ്തു. ഇറ്റ് കണ്ടെയ്ൻസ് 200 മിസ്റ്റേക്സ് റാൻഡംലി ഡിസ്ട്രിബ്യൂട്ട്. ആ 200 പേജ് ടൈപ്പ് ചെയ്തതിനകത്ത് 200 മിസ്റ്റേക്സും ഉണ്ടായിരുന്നു, വിച്ച് ആർ റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അത് ചിലപ്പോൾ ഒരു പേജിനകത്ത് ഒരെണ്ണം ആയിരിക്കും, രണ്ടെണ്ണം ആയിരിക്കും, അങ്ങനെ റാൻഡമായിട്ട് ചില പേജിനകത്ത് എന്ത് കാണില്ല, മിസ്റ്റേക്സ് കാണില്ല. അങ്ങനെ റാൻഡമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ് അവിടുത്തെ മിസ്റ്റേക്സുകളുടെ എണ്ണം. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എ പേജ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 2 മിസ്റ്റേക്സ്? അങ്ങനെയെങ്കിൽ ഒരു പേജിൽ കുറഞ്ഞത് 2 മിസ്റ്റേക്കെങ്കിലും ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ മിസ്റ്റേക്സ്, ടൈപ്പിംഗ് മിസ്റ്റേക്സിൻ്റെ ബുക്കാണ്. ഒരു ബുക്കിനകത്തെ ടൈപ്പിംഗ് മിസ്റ്റേക്സിനെ പറ്റിയാണ് നമ്മളിവിടെ റാൻഡം എക്സ്പെരിമെൻറ്റ് ഡീൽ ചെയ്യുന്നത്. സോ സാധാരണ ടൈപ്പിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷനാണ്? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ഫോളോ ചെയ്യുന്നത്. സോ from the question itself we can say that the distribution or the random experiment will follows the Poisson distribution function. അങ്ങനെയെങ്കിൽ അവിടുത്തെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ P of x is equal to e raised to minus m into m raised to x by x factorial. Where the value of x ranges from 0, 1, 2, 3 etc. up to infinity. ഇവിടെ എന്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്? ടൈപ്പിംഗ് മിസ്റ്റേക്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. And we have to find the probability of a page contains at least 2 mistakes. ഏറ്റവും കുറഞ്ഞത് 2 മിസ്റ്റേക്ക് എങ്കിലും ഒരു പേജിൽ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ ബി ദ നമ്പർ ഓഫ് മിസ്റ്റേക്സ് ഇൻ എ പേജ് എന്നാണ് എടുത്തതെന്ന് ഇരിക്കട്ടെ. എക്സ് എന്ന് നമ്മുടെ റാൻഡം എക്സ്പെരിമെൻറ്റ് ടൈപ്പിംഗ് മിസ്റ്റേക്സിൽ പ്രിൻറ്റിംഗ് മിസ്റ്റേക്സിൻ്റെ ബുക്കായിരുന്നു. നമ്മളുടെ നമ്പർ ഓഫ് പ്രിൻറ്റിംഗ് മിസ്റ്റേക്സിൻ്റെ ബുക്സ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ റാൻഡം എക്സ്പെരിമെൻറ്റ്. അവിടെ നമ്മളുടെ റാൻഡം വേരിയബിളായിട്ട് നമ്മൾ എടുത്ത എക്സ് എന്ന് പറഞ്ഞ വേരിയബിളാണ് നമ്പർ ഓഫ് മിസ്റ്റേക്സിൻ്റെ പേജ്. ഒരു പേജിലുള്ള ടൈപ്പിംഗ് മിസ്റ്റേക്സുകളുടെ എണ്ണം അങ്ങനെയാണ് എന്തെടുക്കുന്നത്? എക്സ് ആയിട്ട് എടുക്കുന്നത്. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എ പേജ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 2 മിസ്റ്റേക്സ്. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി സച്ച് ദാറ്റ് എക്സ് നമ്പർ ഓഫ് പ്രിന്റിംഗ് മിസ്റ്റേക്സിൻ്റെ പേജ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണം? അറ്റ്ലീസ്റ്റ് 2, കുറഞ്ഞത് 2 ആയിരിക്കണം. ദാറ്റ് ഈസ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആകുന്ന പ്രോബബിലിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് പ്രോബബിലിറ്റി ഓഫ് നമ്പർ ഓഫ് മിസ്റ്റേക്സ് ഇൻ എ പേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഓർ ദ പ്രോബബിലിറ്റി ദാറ്റ് എ പേജ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് എത്ര മിസ്റ്റേക്സ് വേണം? നമ്പർ ഓഫ് പ്രിന്റിംഗ് മിസ്റ്റേക്സിൻ്റെ പേജ് എത്ര ആയിരിക്കണം? 2 ആയിരിക്കണം. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. മനസ്സിലായോ? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ടോട്ടൽ പ്രോബിലിറ്റി ഏതൊരു ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞിരുന്നു. സിഗ്മ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 1 ആണെന്ന് പറഞ്ഞത്. അതായത് ഏത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലും ആ പ്രോബിലിറ്റീസിൻ്റെ എല്ലാം കൂടെ സം എത്ര ആയിരിക്കും? 1 ആയിരിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ
നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ പല വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് എക്സെട്ര. എത്ര വരെയാണോ എക്സിൻ്റെ വാല്യൂ അത്രയും വരെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടുമെന്ന് നമുക്ക് പറയാം അല്ലേ? എക്സിൻ്റെ പല വാല്യൂസ് ഉപയോഗിച്ച് നമ്മൾ ഈ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അനുസരിച്ച് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോബബിലിറ്റീസിനും കൂടെ സം എത്ര വരും? 1 വരുമെന്ന് നമുക്ക് പറയാം അല്ലേ? ഇതിനകത്ത് ഈ പ്രോബബിലിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താ? എക്സിൻ്റെ വാല്യൂ 2ഓ അതിൽ കൂടുതലോ ആയാൽ ഉള്ള പ്രോബബിലിറ്റീസ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോബബിലിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് എക്സ് 2 ആകാം, അല്ലെങ്കിൽ 2ൽ കൂടുതലാകും. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് എക്സെട്ര അല്ലേ? അതായത് ഇവിടുത്തെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? എക്സിൻ്റെ നമ്പർ ഓഫ് പ്രിന്റിംഗ് മിസ്റ്റേക്സ് ഇൻ ദ പേജ് എന്ന് പറയുന്നത് 2ഓ 2ൽ കൂടുതൽ 2, 3, 4, 5 അങ്ങനെ എത്ര വരെയാണോ എക്സിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത് അത്രയും വരെ പോകാം അല്ലേ? അപ്പോൾ ഈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 and probability of x equal to 3 and probability of x equal to 4 അവയുടെ എല്ലാം കൂടെ എന്തായിരിക്കും? സം ആയിരിക്കും. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ഇവിടെ മുതൽ ഈ സമ്മിനകത്ത് അതായത് ഹോൾ പ്രോബബിലിറ്റിയുടെ സമ്മിനകത്ത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 മുതൽ അവസാനം വരെയുള്ള പ്രോബബിലിറ്റി ആണ് എവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ദെർഫോർ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ദെർഫോർ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് ദ റിമൈനിങ് ക്യാൻ ബി റിട്ടൺ ആസ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ആണല്ലോ? ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 മാത്രം നമുക്ക് വേണ്ടത്. ഫോർ ബാക്കിയുള്ള രണ്ട് ടേംസ് നമുക്ക് ഇവിടെ കൊണ്ടുപോകാം, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഈ പ്ലസ് ഇത് പോസിറ്റീവ് ആയിരുന്നു, അപ്പുറത്ത് പോകുമ്പോൾ നെഗറ്റീവ് ആകും. ഇവിടെ എന്താണ്? ഈ പ്രോബബിലിറ്റി എന്താണ്? പോസിറ്റീവ് ആണ്, അപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് ആകും. മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. മനസ്സിലായോ? ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഈ ഓരോന്നിനും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്ത് വേണം നമുക്ക്? ഈ ഇക്വേഷനകത്ത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0യും കാൽക്കുലേറ്റ് ചെയ്യണം, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1യും കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? 1 മൈനസ് ദിസ് വാല്യൂ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കിട്ടും. സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0. എക്സിൻ്റെ വില എക്സിൻ്റെ വില 0 ആകുമ്പോൾ പി ഓഫ് എക്സ് എത്രയാണ്? എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 മീൻസ് ദ വാല്യൂ ഓഫ് പി ഓഫ് എക്സ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഈ ഇക്വേഷനകത്ത് എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഈ പ്രോബബിലിറ്റി എത്ര? ദാറ്റ് ഈസ് ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് 0, പ്രോബബിലിറ്റി ഓഫ് 0. എന്ത് ചെയ്യാം? ഈ ഇക്വേഷനകത്ത് നമുക്ക് എക്സിൻ്റെ സ്ഥാനത്തിൽ എന്തിട്ട് കൊടുക്കാം? 0 ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് എം ഇൻറ്റു എം റൈസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എം ഇൻറ്റു എം റൈസ് ടു 0 ഈസ് 1 by 0 factorial is also 1. That is equal to e raised to minus m. Again, next one is probability of x is equal to 1. That is equal to p of 1, which is equal to e raised to minus m into m raised to 1 by 1 factorial.
which is equal to e raised to minus m into m by 1 factorial is 1, that is equal to m into e raised to minus m. അങ്ങനെ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 is equal to 1 minus e raised to minus m minus m e raised to minus m. So probability of x greater than or equal to 2, probability of a page containing at least 2 mistakes is equal to 1 minus e raised to minus m minus m e raised to minus m. ഇനി ഇവിടെ m എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? m എന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് of that rare event. ആ റെയർ ഇവന്റിനകത്തുള്ള നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടുത്തെ നമ്മളുടെ റാൻഡം വേരിയബിൾ എന്തായിരുന്നു? നമ്പർ ഓഫ് മിസ്റ്റേക്സ്, ടൈപ്പിംഗ് മിസ്റ്റേക്സ് ഇൻ എ പേജ്. അപ്പോൾ ഓരോ പേജിലുമുള്ള ടൈപ്പിംഗ് മിസ്റ്റേക്സിനാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓരോ പേജിലെയും ടൈപ്പിംഗ് മിസ്റ്റേക്സ് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ എടുത്ത് ഇത് ചെയ്ത് വരിക എന്നുള്ള ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഭയങ്കര ടീഡിയസ് ആയിട്ട് ടാസ്ക് ആണ് അല്ലേ. എക്സ് എന്ന് എം എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സ് എന്ന് പറഞ്ഞ റാൻഡം പീരിയഡ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ടൈപ്പിംഗ് മിസ്റ്റേക്സ് അല്ലേ. ഓരോ പേജിലെയും ടൈപ്പിംഗ് മിസ്റ്റേക്സ്. അപ്പോൾ ഓരോ പേജിലെയും ടൈപ്പിംഗ് മിസ്റ്റേക്സ് ആണ് അവിടുത്തെ നമ്മുടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ആ റാൻഡം വേരിയബിളിന്റെ ആവറേജ് വാല്യൂ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്? നമ്മളുടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അഥവാ മീൻ എന്താണ്? എം ആണ് അല്ലെ. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ മീൻ വാല്യൂ ഓഫ് എക്സ് എന്താണ്? എം ആണ്. ആക്ച്വലി എക്സ് എന്ന് പറയുന്നത് നമ്മളുടെ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നമ്പർ ഓഫ് ടൈപ്പിംഗ് മിസ്റ്റേക്സിന്റെ പേജ് ആയിരുന്നു. ആ എക്സുകളുടെ മീൻ വാല്യൂ അഥവാ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് എന്ത്? എം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നു. ഒന്നുകൂടെ പറയാം. നമുക്ക് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എങ്ങനെ കിട്ടി? 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എം മൈനസ് എം ഇ റൈസ് ടു മൈനസ് എം എന്ന് കിട്ടി അല്ലേ. നമുക്കിതൊരു വാല്യൂ ആയിട്ടാണ് വേണ്ടത്. ചിലപ്പോൾ ഇത് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും കൂടെ വേണം? എമ്മിൻ്റെ വാല്യൂയും കൂടെ നമുക്കറിയാം. ഇതൊരു നമ്പറായിട്ട് ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് കിട്ടണമെങ്കിൽ എമ്മിൻ്റെ വാല്യൂ നമുക്കറിയണം. എം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അഥവാ മീൻ വാല്യൂ ഓഫ് എക്സ്. നമ്മുടെ റാൻഡം വേരിയബിൾസിൻ്റെ മീൻ വാല്യൂ. ഈ നമ്മുടെ റാൻഡം വേരിയബിൾ എന്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്? നമ്പർ ഓഫ് ടൈപ്പിംഗ് മിസ്റ്റേക്സ് പേജ്. ഒരു പേജിലെ ടൈപ്പിംഗ് മിസ്റ്റേക്കുകളുടെ എണ്ണമാണ് നമ്മളുടെ റാൻഡം വേരിയബിൾ. അങ്ങനെയുള്ള ടൈപ്പിംഗ് മിസ്റ്റേക്കുകളുടെ മീൻ വാല്യൂ ആണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ടൈപ്പിംഗ് മിസ്റ്റേക്കുകളുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് ടൈപ്പിംഗ് മിസ്റ്റേക്സിന്റെ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ടൈപ്പിസ്റ്റ് 200 പേജസ് ടൈപ്പ് ചെയ്തു. എത്ര മിസ്റ്റേക്സ് ഉണ്ട്? 200 മിസ്റ്റേക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് മിസ്റ്റേക്സ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എക്സിന്റെ മീൻ വാല്യൂ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആവറേജ് നമ്പർ ഓഫ് മിസ്റ്റേക്സ്. 200 പേജ് ടൈപ്പ് ചെയ്തപ്പോൾ 200 മിസ്റ്റേക്കുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പേജ് ടൈപ്പ് ചെയ്യുമ്പോൾ എത്ര മിസ്റ്റേക്ക് കാണും? 200/200 1 മിസ്റ്റേക്ക് ആയിരിക്കും ഉണ്ടാവും. അതായത് എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈപ്പിംഗ് മിസ്റ്റേക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് ടൈപ്പിംഗ് മിസ്റ്റേക്സിൻ്റെ പേജ് ആണ്. എം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് അഥവാ ആവറേജ് വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ മിസ്റ്റേക്ക്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ മിസ്റ്റേക്കുകളുടെ എണ്ണമാണെങ്കിൽ ടോട്ടൽ മിസ്റ്റേക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേജസ്. അതാണല്ലോ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആവറേജ് മിസ്റ്റേക്കുകൾ ഉദ്ദേശിക്കുന്നു. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ശരാശരി. 200 പേജിനകത്ത് 200 മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആവറേജ് ആയിട്ട് ഒരു പേജിനകത്ത് എത്ര മിസ്റ്റേക്ക് കാണും? ഒരു മിസ്റ്റേക്ക് കാണും അല്ലേ. അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ഡിവൈഡ് ബൈ 200. 200 മിസ്റ്റേക്സ് ഡിവൈഡ് ബൈ 200 പേജസ്. അങ്ങനെ ഒരു പേജിനകത്ത് എത്ര മിസ്റ്റേക്ക് കാണും? 1 മിസ്റ്റേക്ക് കാണും അല്ലേ. Therefore the average value of അല്ലെങ്കിൽ average number of mistakes in the situation is 1 അല്ലേ. Therefore the value of m is equal to 1. ആ എമ്മിൻ്റെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 1 മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus e raised to minus 1 minus e raised to minus 1, which is equal to 1 minus 2 e raised to minus 1. That is 1 minus 2 by e.
ഒന്നെങ്കിൽ നമുക്ക് ഇത് 2/e വാല്യൂ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വാല്യൂ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യുകയും ചെയ്യാം. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ദ പ്രോബബിലിറ്റി ദാറ്റ് എ പേജ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 2 മിസ്റ്റേക്സ് എത്രയായിരിക്കും? 1 - 2/e ആയിരിക്കും. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 2/e. And that's all for the first question. Let's move on to the second question. The second question is പറഞ്ഞിരിക്കുന്നത് the following data related to a manufacturing unit. They detected few items of with some defects in 400 shifts. Fit Poisson distribution to the data. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനെ സംബന്ധിച്ചുള്ള ഡേറ്റയാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് അവിടെ 400 ഷിഫ്റ്റുകളിൽ 400 ഷിഫ്റ്റ്, ടോട്ടൽ 400 ഷിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. ആ 400 ഷിഫ്റ്റ്സിലും ഉണ്ടായ ഡിഫക്റ്റീവ് ഐറ്റങ്ങളുടെ, ഫോൾട്ടുള്ള ഐറ്റങ്ങളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടേബിളായിട്ട്. വി ഹാവ് ടു ഫിറ്റ് ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഡേറ്റ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ഷിഫ്റ്റ്സ് ആൻഡ് നമ്പർ ഓഫ് ഫോൾട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 138 ഷിഫ്റ്റിൽ നമ്പർ ഓഫ് ഫോൾട്ട് ഡിഫക്റ്റീവ് ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല, 0. നെക്സ്റ്റ് 161 ഷിഫ്റ്റുകളിൽ ഒരു ഡിഫക്റ്റീവ് ഐറ്റം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് 69 ഷിഫ്റ്റുകളിൽ 2 ഫോൾട്ട്സ് ആർ ദെയർ. നെക്സ്റ്റ് 27 ഷിഫ്റ്റ്സ് ദെയർ ആർ 3 ഫോൾട്ട്സ് ആൻഡ് 5 ഷിഫ്റ്റ്സ് ദെയർ ആർ 4 ഫോൾട്ട്സ്. അഥവാ 0 ഷിഫ്റ്റുള്ള 0 ഫോൾട്ടുകളുള്ള 138 ഷിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. 1 ഫോൾട്ടുള്ള 161 ഷിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. 2 ഐറ്റംസ് ഫോൾട്ടായിട്ട് വരുന്ന 69 ഷിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. 3 ഐറ്റംസ് ഡിഫക്റ്റീവ് ആയിട്ട് വരുന്ന 27 ഷിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് 4 ഐറ്റംസ് ഡിഫക്റ്റീവ് ആയിട്ട് വരുന്ന 5 ഷിഫ്റ്റ്സുമാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ 400 ഷിഫ്റ്റ്. ഇങ്ങനെയാണ് അവിടുത്തെ ഫോൾട്ട് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ഐറ്റംസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ടു ഫിറ്റ് ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഡേറ്റ. ഈ കറസ്പോണ്ടിങ് ആയിട്ട് തന്നിരിക്കുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ചൊരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷനെ, അഥവാ ഇവിടുത്തെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ആ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് അതിനെ എന്താക്കി എഴുതുക? ഒരു ടേബിളാക്കി എഴുതണം. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫിറ്റ് ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഡിസ്ട്രിബ്യൂഷനെ ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ തന്നിരിക്കുന്നത് ഏത് ഫംഗ്ഷൻ ആണോ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണോ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണോ, ഏത് ടൈപ്പ് ഫംഗ്ഷൻ ആണോ ആ ടൈപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? അവിടുത്തെ ആ റാൻഡം വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ റാൻഡം വേരിയബിൾസിനെയും എന്തിനെ ഉപയോഗിച്ച്? ആ പ്രോബബിലിറ്റീസിനെ ഉപയോഗിച്ച് ഡിസ്ട്രിബ്യൂഷൻ അഥവാ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഇവിടെ തന്നിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഡിഫക്റ്റീവ് ഐറ്റംസിനെ പറ്റിയാണ് നമുക്ക് ഡേറ്റയ്ക്കകത്ത് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റാൻഡം വേരിയബിൾസിന് ലെറ്റ് ദ നമ്പർ ഓഫ് ഫോൾട്ട്സ് in different shifts എന്നുള്ളത് നമുക്ക് നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് ആയിട്ട് എടുക്കാം. അതായത് എക്സ് ഇസ് ഈക്വൽ ലെറ്റ് എക്സ് ബി ദ റാൻഡം വേരിയബിൾ, നമ്പർ ഓഫ് ഫോൾട്ട്സ് ഇൻ എ ഷിഫ്റ്റ്. ഒരു ഷിഫ്റ്റിനകത്ത് സംഭവിക്കുന്ന നമ്പർ ഓഫ് ഫോൾട്ടുകളുടെ എണ്ണം. ഇത് നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? 400 ഷിഫ്റ്റുകളിൽ ഉണ്ടായ ഡിഫക്റ്റീവ് ഐറ്റംസിന്റെ എണ്ണത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഒരുപാട് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കമ്പനിയിൽ ഡിഫക്റ്റീവ് ഐറ്റംസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നമ്പർ ഓഫ് ഐറ്റംസ് എന്തുണ്ടാവും? ഡിഫക്റ്റീവ് ഐറ്റംസ്. അതായത് ഡിഫക്റ്റീവ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനൊരു റയർ ഇവൻ്റ് ആണ്. ഇപ്പോൾ ഇഷ്ടംപോലെ 400 ഷിഫ്റ്റൊക്കെ ഡീൽ ചെയ്യാൻ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കമ്പനി ആയിരിക്കും അല്ലേ? ആ കമ്പനിയിൽ ഡിഫക്റ്റീവ് ഐറ്റംസ് ഉണ്ടാകുന്നതിന് അതൊരു റയർ ഇവൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റ് ആണ് അല്ലേ? അപ്പോൾ 138 ഷിഫ്റ്റുകൾ ഉണ്ടായിട്ട് എത്ര ഡിഫക്റ്റീവ് ഐറ്റംസ് ഉള്ളത്? 0 ഡിഫക്റ്റീവ് ഒന്നും ഒരു ഡിഫക്റ്റീവ് ഇല്ല. അപ്പം വളരെ റെയർ ആയിട്ട് ഉണ്ടാകുന്നതെന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനകത്ത് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് random experiment can be considered as a rare event, and here in order to find a probability we can use Poisson distribution function, and we can take the random variables as number of faults in a shift. Poisson distribution ആണ് ഈ റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ P of x is equal to e raised to minus m raised to x by x factorial
ആയിരിക്കും അവിടുത്തെ ഫംഗ്ഷൻ അഥവാ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ റാൻഡം വേരിയബിളിനും അല്ലെങ്കിൽ ഈ ഓരോ വാല്യൂ നമ്മുടെ റാൻഡം നമ്പർ ഓഫ് ഫോൾസ് ആണ്. റാൻഡം വേരിയബിൾസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 0, 1, 2, 3, 4. ഈ 4 റാൻഡം വേരിയബിൾസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്തുപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം? ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ എന്തായിട്ട് കൊടുക്കണം? ഒരു ടേബിളായിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഫംഗ്ഷൻ, that is p of x is equal to e raised to minus m into m raised to x by x factorial എന്ന് പറയുന്ന പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ ഫംഗ്ഷനകത്ത് എക്സിൻ്റെ വാല്യൂസ് കൊടുക്കേണ്ടത് നമുക്കറിയാം. ഏതൊക്കെയാ? 0, 1, 2, 3, 4 അല്ലേ? ഇനി അത് നമുക്ക് അറിയാത്ത വാല്യൂ എന്താണ്? ഈയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാം. 2.73 എന്നുള്ളതാണ് ഈയുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഈയുടെ വാല്യൂ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്ററിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ആയിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയാത്ത എന്തിൻ്റെ വാല്യൂ? എമ്മിൻ്റെ വാല്യൂ നമുക്കറിയില്ല. ചിലപ്പോൾ ആദ്യം നമ്മൾ എന്തിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം? എമ്മിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എം എന്ന് പറഞ്ഞാൽ എന്താണ്? എം ഈസ് ദ മീൻ വാല്യൂ, or in case of Poisson distribution function it is a expectation of x. അപ്പോൾ ഈ തന്നിട്ടുള്ള റാൻഡം വേരിയബിൾസിൻ്റെ മീൻ വാല്യൂ ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിട്ടുള്ള ഡേറ്റയിൽ നിന്നും ഈ എക്സിൻ്റെ മീൻ വാല്യൂ, റാൻഡം വേരിയബിളിൻ്റെ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത്? ആ റാൻഡം വേരിയബിളും അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു തവണ പോലും ഡിഫക്റ്റ് വരാത്ത എത്ര ഷിഫ്റ്റ് ഉണ്ടായിരുന്നു? 138 ഷിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. ഓരോ ഡിഫക്റ്റുകൾ വീതം വന്ന 161 ഷിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. 2 ഡിഫക്റ്റുകൾ വീതം വന്ന 69 ഷിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. 3 ഡിഫക്റ്റുകൾ വീതം വന്ന 25 ഷിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. 4 ഡിഫക്റ്റുകൾ വീതം വന്ന 5 ഷിഫ്റ്റ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ റാൻഡം വേരിയബിളിൻ്റെയും ഫ്രീക്വൻസി ആണ് അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ഷിഫ്റ്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ഫോൾട്സും നമ്പർ ഓഫ് ഷിഫ്റ്റ്സുമാണ് വന്നിരിക്കുന്നത് അല്ലേ? അതായത് 0 നമ്പർ ഓഫ് ഫോൾട്ടുകൾ ഉണ്ടായ, അതായത് ഫോൾട്ടുകൾ ഒന്നും തന്നെ ഇല്ലാത്ത 138 ഷിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. ഒരു ഫോൾട്ട് ഹാപ്പൻ ചെയ്ത 161 ഷിഫ്റ്റ്സ്, ഒരു ആ തന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ഐറ്റത്തിനകത്ത് ഓരോ ഐറ്റം വീതം ഡിഫക്റ്റീവായിട്ട് കിട്ടിയ 161 ഷിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 2 ഐറ്റംസ് വീതം, 2 ഐറ്റംസ് വീതം ഡിഫക്റ്റീവ് ആയിട്ടുള്ള 69 ഷിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. 3 ഐറ്റം വീതം ഡിഫക്റ്റീവ് ആയിട്ടുള്ള 27 ഷിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. ഓൾസോ 4 ഐറ്റം ഡിഫക്റ്റീവ് ആയിട്ട് വന്ന 5 ഷിഫ്റ്റ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ റാൻഡം വേരിയബിൾസിൻ്റെ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയുമാണ് നമുക്ക് ഈ ഡേറ്റയിൽ തന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഒരു എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ആർ 0, 1, 2, 3 and 4 ആൻഡ് ഓൾസോ ഫ്രീക്വൻസി ആർ 138, 161, 69, 27 and 5. സോ എക്സും എഫും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് സെമ്മിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു. In order to find the mean value or the expectation of x while giving f and x are sigma f into x by സിഗ്മ എഫ്. ഓർമ്മയുണ്ടോ ഇത്? ഫ്രീക്വൻസിയെ എക്സിൻ്റെ വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ സം എടുത്ത് കണ്ടതിന് ശേഷം അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഫ്രീക്വൻസിയുടെ സം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് എക്സും എഫ് എന്ന് പറയുമ്പോൾ എന്ത് വേണം? എഫ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നൊരു കോളം വേണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0, 161, 138, 81 and 20 അല്ലേ? ഇനി എന്ത് വേണം? ഈ വാല്യൂസിൻ്റെ എല്ലാം കൂടെ സം എടുക്കണം. ദാറ്റ് ഈസ് 400. എഫ് എക്സ് എന്ത് വരെ നമുക്ക് 400 കിട്ടും. സിഗ്മ എഫ് എക്സ് ഈസ് 400 ഡിവൈഡ് ബൈ the sum of frequency
that is also 400. Therefore sigma f is 400 and sigma fx is 400. That is equal to 400 by 400, which is equal to 1. Therefore ആ തന്നിരിക്കുന്ന റാൻഡം വേരിയബിളിനെ സംബന്ധിച്ച് ആ റാൻഡം വേരിയബിൾസിൻ്റെ എന്ത് മീൻ വാല്യൂ നമുക്ക് എത്ര എന്ന് കിട്ടി? 1 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പി ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എമ്മിന് പകരം എന്ത് കൊടുക്കാം? 1. കാരണം ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ച് എമ്മിൻ്റെ മീൻ വാല്യൂ എന്താണ്? 1 ആണ്. Therefore e raised to minus 1 into 1 raised to x by x factorial, comma x is equal to 0, 1, 2, 3, etc. Poisson distributionന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി എങ്ങനെ? e raised to minus 1 into 1 raised to x by x factorial, where value of x are 0, 1, 2, 3, etc. വരെ ഉള്ളൂ, 4 വരെ ഉള്ളൂ. Therefore 0, 1, 2, 3 and 4 അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാക്കി എഴുതുന്ന ഒരു ടേബിളിലേക്ക് ഫിറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയായിരുന്നു? എക്സ് 0, 1, 2, 3, 4. അഗെയിൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇ റൈസ് ടു മൈനസ് 1 ഇൻറ്റു 1 റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആണെങ്കിൽ ഇ റൈസ് ടു മൈനസ് 1 ഇൻറ്റു 1 റൈസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ, വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 1. 1 റൈസ് ടു 0 എന്താണ്? 1 തന്നെയായിരിക്കും. 0 ഫാക്ടോറിയലും 1 തന്നെയായിരിക്കും. എഗെയിൻ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 1, probability of x is e raised to minus 1 into 1 raised to 1 by 1 factorial, that is e raised to minus 1 by 1 or e raised to minus 1 itself. Again for x is equal to 2, it is e raised to minus 1 into 1 raised to 2 by 2 factorial, that is e raised to minus 1 by 2 factorial is 2. Again e raised for x is equal to 3, e raised to minus 1 into 1 raised to 3 by 3 factorial, that is equal to e raised to minus 1 by 3 factorial is 6. Again for x is equal to 4, it is e raised to minus 1 into 1 raised to 4 by 4 factorial, that is e raised to minus 1 by 4 factorial is 24. So x-ൻ്റെയും probability of x that we have find out by using Poisson distribution കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ടേബിളായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് എഴുതി റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് ദ ഫിറ്റിംഗ് ഓഫ് Poisson distribution. ഇനി വേണമെങ്കിൽ നമുക്ക് എന്തുകൂടെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫ്രീക്വൻസിയും കൂടെ വേണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ അത് ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഫ്രീക്വൻസി എത്ര ഇവിടെ? ടോട്ടൽ നമ്പർ ഓഫ് ഷീറ്റ്സ് അഥവാ ടോട്ടൽ ഫ്രീക്വൻസി സിഗ്മ എഫ് എത്ര ആയിരുന്നു? 400 ആയിരുന്നു. ആ 400നെ കൊണ്ട് ഈ ഓരോ പി ഓഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സുകളുടെ ഫ്രീക്വൻസി നമുക്ക് കിട്ടും. വേണമെങ്കിൽ അതും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഈ ടേബിൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. Therefore frequency is equal to 400 into e raised to minus 1. ഇവിടെ രണ്ടാമത്തെ 400 into e raised to minus 1. Again 400 into e raised to minus 1 by 2. Now for x is equal to 3, it is 400 into e raised to minus 1 by 6. And for x is equal to 4, it is 400 into e raised to minus 1 by 24. വേണമെന്നുണ്ടെങ്കിൽ ആ ഫ്രീക്വൻസിയിലെ കോളങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രാ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് എഴുതി നമുക്ക് എന്ത് കിട്ടും? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് ഓഫ് ദി ഡേറ്റ നമുക്ക് കിട്ടും. സോ സെക്കൻഡ് കേസ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് തന്നിട്ടുള്ള ഡിഫക്റ്റീവ് ഐറ്റത്തിൻ്റെയും അതിൻ്റെ ഫ്രീക്വൻസി അഥവാ ഷിഫ്റ്റുകളുടെ എണ്ണം ഉപയോഗിച്ച് നമ്മൾ ഇത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ദർഫോ അത് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ നമ്പർ ഓഫ് ഫോൾസ് നമ്മുടെ ഡിഫക്റ്റീവ് ഐറ്റംസ് ആയിട്ട് നമ്മൾ എടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീൻ വാല്യൂ, റാൻഡം വേരിയബിളിൻ്റെ മീൻ വാല്യൂ നമ്മൾ ഈ തന്നിരിക്കുന്ന ഡേറ്റ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തു. അത് എന്തായിട്ട് എമ്മിൻ്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഈ ക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എടുത്തെഴുതി. ആ ഓരോ പി ഓഫ് എക്സിനകത്തും എക്സിന് 0, 1, 2, 3, 4 എന്ന റാൻഡം വേരിയബിൾസിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്ത്? പി ഓഫ് എക്സ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ആ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി വാല്യൂസും കൂടെ
പ്രോബബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടേബിൾ അഥവാ ഡിസ്ട്രിബ്യൂഷൻ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടാം. ദാറ്റ് ഈസ് വാട്ട് ഇസ് മെന്റ് ബൈ ഫിറ്റ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, സോറി ഫിറ്റ് ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അതായത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് എന്ത് ഫിറ്റ് ചെയ്യുക? ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുക. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് വി ക്യാൻ ഓൾസോ ആഡ് ദ ഫ്രീക്വൻസി കോളം along with the Poisson distribution table. ഇന്ന് നമ്മൾ എന്താണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്, ആ പോയിസോൺ ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട് ലാസ്റ്റ് ഇയറിലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റിനകത്ത് ചോദിച്ച 2 ക്വസ്റ്റൻസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ടൈപ്പുള്ള ക്വസ്റ്റൻസ് സാധാരണ അങ്ങനെ ചോദിച്ചു കണ്ടില്ല, റയറായിട്ട് ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ലാസ്റ്റ് ഇയറിൽ ചോദിച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് പഠിച്ചിരിക്കണം. ഇതുവരെയുള്ള ഇയറിൽ നമ്മൾ ചോദിച്ചു കണ്ടിട്ടില്ല. ലാസ്റ്റ് ഇയറിൽ ക്വസ്റ്റൻ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റൻസോടെ ഒന്ന് റെഫർ ചെയ്തിട്ട് പോവുക. ഈ ഒന്നും അടുപ്പിച്ച പോർഷൻസ് ലെക്ചർ നോട്ട്സ് ആയിട്ട് എനിക്ക് ഹോം അസൈൻമെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. So that's all for today's session. Thank you.